വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇത് ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള കുഴലപ്പം ഇല്ലെങ്കിൽ വിരലപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിന് നമ്മൾ വിരലിൻ്റെ മേലെ ചുറ്റും വേണ്ട, പിന്നെ കുഴലും വേണ്ട, ഒന്നും വേണ്ട. ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇതുവരെ ആരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ നമുക്കിത് കുഴയ്ക്കും വേണ്ട, പരത്തും വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇത് പഴമക്കാരുടെ വളരെ രുചികരമായ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഇതിൻ്റെ തൊട്ട മുന്നേ ഞാനൊരു കൂവപ്പൊടി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കാണണേ, അത്രയ്ക്കും നല്ലതാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ മിക്സീൻ്റെ ജാറിലേക്ക് ഒരു 10-11 ചുവന്നുള്ളിയും പിന്നെ ഒരു 8-9 വെള്ളുള്ളീൻ്റെ അല്ലി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് 1 ടീസ്പൂൺ പോലെ നല്ല ജീരകം, പെരുംജീരകം ഇഷ്ടമുള്ളവർക്ക് അതും ഇടാം കേട്ടോ കുറച്ച്. പിന്നെ അതൊരു 1/4 കപ്പ് നാളികേരം ചിരകിയതാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം അടിച്ചിങ്ങോട്ട് എടുക്കുക കേട്ടോ. അതാ അധികം പേസ്റ്റ് ഒന്നുമല്ല കേട്ടോ. എന്നിട്ട് ആ മിക്സീൻ്റെ ജാറിൽ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് അതിങ്ങോട്ട് കഴുകി മാറ്റി വെക്കുക. ഇതപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, ഞാൻ മിക്സീൻ്റെ ജാറ് കഴുകിയത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. അപ്പം നമ്മൾ ആകെ 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത്. 1 കപ്പ് അരിപ്പൊടി, ഇത് ഇവിടെ തന്നെ പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഇടിയപ്പത്തിൻ്റെയോ പത്തിരിപ്പൊടീൻ്റെയോ ഒക്കെ പൊടി എടുക്കുക കേട്ടോ. അധികം തരിയൊന്നും വേണ്ട, അതാണ് നല്ലത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിതാ ഒരു 1/2 ടീസ്പൂൺ പോലെ ഉപ്പ്, അതായത് നിങ്ങൾ പാകത്തിന് ഇട്ടോ കേട്ടോ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടുക, കുറവ് വേണ്ടവർ കുറവ് ഇടുക. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂൺ പോലെ നല്ല ജീരകവും ഒരു 1.5 ടീസ്പൂൺ കറുത്ത എള്ളും ഇടുക. അത് രണ്ടും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലപോലെ എല്ലായിടത്തും എത്തണം കേട്ടോ. എന്നിട്ട് ഇതാ ഒരു കുക്കർ എടുക്കുക. കുക്കർ എടുത്തിട്ട് അതിൽ 1 ടീസ്പൂൺ പോലെ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ കുക്കറിൽ. എന്നിട്ട് നമ്മൾ എന്താ മിക്സ് ചെയ്ത് വെച്ചാൽ കൂട്ടില്ല, അതൊന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് നമ്മൾ ഈ കുക്കറിലേക്ക് ഒഴിക്കുക. ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാം വടിച്ചൊഴിക്കുക. എന്നിട്ട് നമ്മളിതാ സ്റ്റൗ ഒന്ന് കത്തിക്കണം. കത്തിച്ചു. എന്നിട്ട് അടുപ്പത്ത് കുക്കർ വെച്ച് ഇനി കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം കുറച്ച് ഹൈ ഫ്ലെയിമാണ്. ഇതിങ്ങനെ ഇതാ കുറച്ച് കട്ടിയായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക്, അതിന് കുറച്ച് ലോയിലേക്ക് കൊടുക്കുക കേട്ടോ. മീഡിയത്തിനും ലോൻ്റെ ഇടയ്ക്ക് ആയിക്കോട്ടെ. ലോ ആയാലും കുഴപ്പമില്ല, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇതാ ഇപ്പോൾ ഇതെല്ലാം കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഫ്ലെയിം വളരെ കുറവാണ്, ലോ ഹീറ്റിലാണ്. നല്ല പോലെ മിക്സ് ചെയ്ത് സ്റ്റൗ കണ്ട് ഓഫാക്കുക. ഉണ്ടോ ഇപ്പോൾ ഇതിങ്ങനെ കുറുകി വന്നില്ലേ. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് കുറച്ച് ലൂസല്ലേന്ന്, പക്ഷെ തണുക്കുമ്പോൾ റെഡിയാവും കേട്ടോ. അപ്പം നമ്മളിതാ കുക്കറൊന്ന് മൂടി വെക്കുക, ലിഡൊക്കെ ഇട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ പ്രധാന ഐറ്റം ഒരു പപ്പായൻ്റെ ഇല എടുത്തിട്ട് ഇതാ അതിൻ്റെ തണ്ട് ആ നേരെയുള്ള ഭാഗം മുറിച്ചെടുക്കണേ. എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകണേ, അതിൻ്റെ കറയെല്ലാം ഉണ്ടാവും. പിന്നെ അതാ വാഴയില, 2 വാഴയില വാറുക. എന്നിട്ട് സ്റ്റൗമിൽ വെച്ച് ചൂടാക്കുക. ഇനി അടുപ്പുള്ളവർ അടുപ്പിൽ വെച്ച് ചൂടാക്കിയാലും മതി. ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ, എന്നാൽ പിന്നെ അത് പൊട്ടിപ്പോകില്ല. ഇപ്പം നമ്മളെ കുക്കർ ഇതെല്ലാം തണുത്തിട്ടുണ്ട്. എന്താ നമ്മളെ പൊടി നമ്മളിത് കുഴച്ചിട്ടുമില്ല, ഒന്നും ചെയ്തില്ല, അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ച പോലെയാണ്. കണ്ടോ ഇപ്പോൾ കയ്യിലിട്ട് ഉരുട്ടിയാൽ ഇതാ ഉരുളുന്നുണ്ട്. വെള്ളമൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത്. ആ പൊടി നമ്മളെടുത്ത് വേറൊരു ബൗളിലേക്ക് ഇടുക. എന്നിട്ട് നമ്മളെ കയ്യിലിതാ നല്ല പോലെ വെളിച്ചെണ്ണ പുരട്ടുക കേട്ടോ. ഒന്ന് ഇതെന്തിനാണ് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് ഇതുപോലെ ബോൾസാക്കി ഉരുട്ടുക. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക കേട്ടോ. വലിയ ഇത് വേണ്ടവർക്ക് വലുതാക്കി എടുക്കുക, ചെറുത് വേണ്ടവർക്ക് ചെറുതാക്കി എടുക്കുക. നല്ല പോലെ റോൾ ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടുക. അങ്ങനെ ഈ മാവ് മുഴുവൻ നമ്മൾ റോൾ ചെയ്തെടുക്കണം. കണ്ടോ, ഇതാ ഇതുപോലെ ഇടുക കേട്ടോ. ഇപ്പം എല്ലാം റോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വാട്ടി വെച്ച ഇല എടുക്കുക. ഇലേൻ്റെ ബാക്ക് സൈഡിലാണ് കുറച്ച് വെളിച്ചെണ്ണ വരട്ടേണ്ടത് കേട്ടോ. ഫ്രണ്ടിൽ ആ ലൈൻസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിൽ വരണ്ട വിചാരിച്ചത്. എന്നിട്ട് നമ്മളിതാ മാവ് ഓരോരോ റോൾസ് എടുത്ത് ഇലേൻ്റെ മേലെ വെക്കുക കേട്ടോ.
ഇപ്പോൾ അതാ ഞാൻ 6 വെക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെക്കുക, കുറവ് വേണമെങ്കിൽ കുറവും വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ മറ്റേ ഇല ഉണ്ടല്ലോ, 2 ഇലകൾ നമ്മൾ തയ്യാറാക്കി വെക്കണം. ആ ഇല ഇതിൻ്റെ മേലെ വെക്കുക. ഇനി വാഴയില കിട്ടാത്തവർക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്യുക. ഒരു പരന്ന സാധനം മതി കേട്ടോ. ഒറ്റ പ്രസ് ചെയ്യലിന് ഇതാ നമുക്ക് ഒരു വെടിക്ക് 6 പക്ഷി ഒന്നിച്ച് കിട്ടി. അപ്പോൾ അത് ഇല മാറ്റി വെക്കുക ഇനി. എന്നിട്ടിതാ നമ്മുടെ അടുത്ത ഇത് വെറൈറ്റി ആയിട്ട് ഇതുവരെ ആരും ചെയ്യാത്തതാണ്. എനിക്ക് തന്നെ ഒരു ഐഡിയ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒന്ന് ചെയ്ത് നോക്കിയപ്പം വളരെ പെർഫെക്റ്റായി വന്നപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ വ്യൂവേഴ്സിനും കൂടി ഒന്ന് ഇത് ഷെയർ ചെയ്യാലോ എന്ന്. അപ്പോൾ ഇതാ നമ്മളിതാ ഈ പപ്പായേൻ്റെ തണ്ട്, അതായത് ഇവിടെ ഞങ്ങൾ കർമൂസത്തണ്ട് എന്നാണ് പറയുക കേട്ടോ. നല്ല കഴുകിയതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതിൻ്റെ മേലെ വെച്ചിട്ട് ഇതാ പതുക്കനെ ഒന്ന് ഇതിൻ്റെ അറ്റം ഒട്ടിക്കുക. പപ്പായ തണ്ടുമ്മിൽ വെച്ച് നല്ലോണം അമർത്തി വെക്കണ്ട, ഇത് തമ്മിലൊന്ന് അതിൻ്റെ മേലെ വെച്ച് ഒട്ടിച്ചാൽ മതി. ഈ പപ്പായ തണ്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് കേട്ടോ. അതാ അതിൻ്റെ മേലെ വെച്ചിട്ടല്ലേ ഒട്ടിക്കുന്നത്. അപ്പം അതുപോലെ ഒരൊറ്റയടിക്ക് 3 നമുക്ക് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ. ഇപ്പം നമ്മൾ ഈ മാവ് കുഴച്ചിട്ടില്ല, പരത്തിയിട്ടില്ല, ഇത് ഒരില വെച്ചിട്ട് ഒന്ന് അമർത്തിയതല്ലേ. ഇനി പപ്പായത്തണ്ട് ഇതാ പതുക്കനെ ഇങ്ങനെ വലിച്ചൂരി ഇങ്ങ് എടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇതൊരു ന്യൂ ഐഡിയ തന്നെയല്ലേ. ഇത് ഇഷ്ടപ്പെട്ടാൽ അതപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ. അതുപോലെ ഒന്ന് ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ട് ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം കേട്ടോ. അടുത്തത് ഇതാ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ പതുക്കനെങ്ങ് പപ്പായൻ്റെ തണ്ട് ഇങ്ങനെ എടുക്കുക കണ്ടോ. ഇപ്പം നമുക്ക് 6 വേഗത്തിൽ നമ്മൾ ചെയ്തെടുത്തില്ല. അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. കുറേ ചെയ്യാണ്ടെങ്കിൽ ഇതുപോലെ ഒരു 3-4 ഇല എടുക്കുക. എന്നിട്ട് പപ്പായ തണ്ട് മുറിച്ചാൽ 2-3 ആളുണ്ടെങ്കിൽ ഇതാന്ന് പറയുമ്പോഴത്തേക്ക് പണിയെല്ലാം കഴിയും. അപ്പം ഞാൻ എല്ലാം ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മളിതാ റെഡിയാക്കി വെച്ച് ഓരോരോ കുഴലപ്പം അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ഇട്ടിട്ട് അടുത്തത് എടുത്തിട്ട് എല്ലാം അട്ടി മേലെ ഒന്നും ഇടരുതേ. വെളിച്ചെണ്ണ കുറച്ച് നല്ലോണം വേണം, എന്നിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പിന്നെ വെളിച്ചെണ്ണ അധികം വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഇത്രയും എടുത്ത് കേട്ടോ. കാരണം ഇത് പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണ നമ്മൾ വേറെ ഒന്നിനും അങ്ങനെ ഉപയോഗിക്കില്ല. ഇങ്ങനെയുള്ള വെളിച്ചെണ്ണയെല്ലാം ഞാനൊരു വേറെ കുപ്പിയിൽ തന്നെ ഒഴിച്ച് വെച്ചില്ല. അത് വെറുതെ അടുപ്പിൽ തീ പിടിപ്പിക്കാനോ എന്തിനെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇത് മീഡിയം ഹീറ്റിലാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അധികം ഹൈ ഫ്ലെയിം ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു കേട്ടോ. പിന്നെ എടുക്കാൻ നേരം വേണമെങ്കിൽ ഒന്ന് ഫ്ലെയിം കൂട്ടാം. എന്തിനാ അറിയാം, ഇതിൽ വെളിച്ചെണ്ണ കുടിക്കില്ല. ഏത് സാധനം നമ്മൾ വറുക്കുമ്പോൾ അങ്ങനെയാണ്. കോരി എടുക്കാൻ നേരം ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്താൽ ഇതിൽ വെളിച്ചെണ്ണ അങ്ങ് ഇറങ്ങും. അപ്പോൾ വേണ്ട, ഇതിന്നെല്ലാം വെളിച്ചെണ്ണ ഊർന്നു പോയി. അപ്പോൾ ഇത് ഞാനിതാ ഒരു പാത്രം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പറെല്ലാം വെച്ചിട്ട് അതിലേക്ക് ഇതാ. അപ്പം വെളിച്ചെണ്ണയിലങ്ങ് പോകും കുറേ. അതുപോലെ ബാക്കിയെല്ലാം ഞാൻ ചുട്ടെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം ചുട്ടെടുത്ത് ഞാൻ കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ടിപ്സ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.